ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ 2025 ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ഉണ്ടാവും. ലോങ് വീഡിയോസ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ റാമിൻ്റെ ബ്രീഡിംഗ് ആണ്. അപ്പോൾ പലരും ചോദിക്കാണ്ട് ചേട്ടാ റാം എങ്ങനെയാണ് ബ്രീഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്. നമ്മുടെ ഫാമിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവന്നത് ബലൂൺ റാമാണ്, ബലൂൺ ബെയിൽറ്റേൽ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ബ്ലോ ഉണ്ട്, അതേപോലെ തന്നെ ജർമ്മൻ ബെയിൽറ്റേൽ ബലൂൺ ഉണ്ട്. ഇതൊക്കെയെല്ലാം നമ്മൾ ബ്രീഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ബ്രീഡിങ്ങിനെ കുറിച്ച് പലരും ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഓഫർ ഉണ്ടാവും, അതേപോലെ തന്നെ ഇങ്ങനെ പ്രൈസ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂ ഇയറിനും ക്രിസ്മസിനായിട്ട് നമ്മളൊരു പ്രൈസ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കായിരുന്നു കേട്ടോ. അത് നമ്മൾ കുറച്ച് ഇത്രം ഒരു 10-14 പേര് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരാഴ്ചയിൽ. ന്യൂ ഇയർ തൊട്ട് ക്രിസ്മസ് തൊട്ട് ന്യൂ ഇയർ വരെ അവരെയാണ് നമ്മൾ ഇതിനെടുത്തേക്കുന്നത്, നറുക്കെടുപ്പിന് എടുത്തേക്കുന്നത്. അവർക്കുള്ള സമ്മാനമൊക്കെ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിന്നറിന് നമ്മൾ ഇതിനകത്ത് എടുക്കും. സമ്മാനമായിട്ട് നമ്മുടെ ഷ്രിമ്പിനെയും അതിന് വേണ്ട പ്ലാന്റ്സ്, ഒരു 4 വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ അയാൾക്ക് സമ്മാനം കൊടുക്കുന്നത്. അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അകത്ത് വെച്ചോ. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ വേറൊരു ഗീവ് അവേ നടക്കുന്നുണ്ട്. അതും ഈ കാറാണ്, ഡേക്കസ്റ്റ് കാറിൻ്റെ ഒരു ലംബോർഗിനിയാണ്. അപ്പോൾ ഇതിൻ്റെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വീഡിയോ ഈ ന്യൂ ഇയറിൻ്റെ തിരക്കാൻ അധികം പേരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ കാറിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒപ്പം ആയിരിക്കും അതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കയറി നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു കമൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ കാറ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇപ്പോൾ നമ്മൾ നറുക്കെടുക്കാൻ പോകുന്നതാണ് ഷ്രിമ്പിൻ്റെ. അപ്പം എടുക്കാൻ പോകുന്ന മാളുണ്ട്. അത് മാള് കണ്ടുവത്തിക്കോ. നമുക്ക് ഇവിടെയാണ് ഇടാൻ മാള്. ഇപ്പോൾ എല്ലാവരുടെയും പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്. കുലുക്കിയിട്ട് ഇടും കേട്ടോ. മാള് കണ്ണോടിയിട്ട് ഒരെണ്ണം എടുക്കും. അപ്പോൾ ആളാണ്ട വിന്നർ. എടുത്തോ, ഒരെണ്ണം എടുത്തു. ഓക്കെ, എടുത്തോ. എടുത്തിട്ടുണ്ട് വിന്നർ. ഓ, ശ്രീഹരി ഇതാണ്ട വിന്നറായിട്ട് ഇടണം. അപ്പോൾ അയാളെ നമ്മളിത് പർച്ചേസ് ചെയ്തതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ശ്രീഹരിയാണ് വിന്നർ അയക്കണം. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഉണ്ടാവും കേട്ടോ. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് വിന്നർ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയാം. സിമ്പിളാണ് ബ്രീഡ് ചെയ്യിക്കാനായിട്ട്. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കുന്ന സമയത്ത് ഇത് ഇച്ചിരി റിസ്ക്കാണ്, ബലൂൺ വേൾട്ടയിലൊക്കെ ബ്രീഡാകാനായിട്ട് കേരളത്തിൽ ക്ലൈമറ്റിന് പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ചെയ്തപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, വീട്ടിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഇതിൻ്റെ ബ്രീഡിങ് സെറ്റപ്പാണ്, ബ്രീഡിങ് ടാങ്ക് സെറ്റപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഒരു പെയറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം പ്ലാന്റും നമ്മുടെ ബദാം ലീഫിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഓടിൻ്റെ പീസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടി പൊട്ടിയതിൻ്റെ പീസ്. ഓടിൻ്റെ പീസിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു ചട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഒരു പീസ് വരില്ലേ, ഇത് കണ്ടോ, നമ്മുടെ ലവ് ബേഡ്സിൻ്റെ ചട്ടിയെ പൊട്ടിയതാണ് നമ്മൾ ഇതിനകത്ത് ഇറക്കി വെച്ചത്. അതിനകത്താണ് അവർ എഗ് ചെയ്തത്. പിന്നെ ബ്രീഡിങ് ടാങ്കിൽ ഒരു എയറേഷൻ നല്ലതായിരിക്കും. എയറേഷൻ വേണ്ടി വരും. എഗ് വിരിഞ്ഞെണ്ണാണുള്ള കുട്ടികൾ. അപ്പോൾ ഇതാണ് ബ്രീഡിങ് ടാങ്കിൻ്റെ സെറ്റപ്പ്. പിന്നെ ബ്രീഡിങ്ങിനായിട്ട് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 പീസോ അല്ലെങ്കിൽ ഒരു 10 പീസൊക്കെ എടുത്തിട്ട് അതിനകത്ത് നിന്ന് നമ്മുടെ പോളാർ ഗ്ലൂ ഒക്കെ പെയർ ചെയ്യണ പോലെ തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ കൺഫേം പെയർ മേടിക്കാം. കൺഫേം പെയർ മേടിക്കുമ്പോൾ ഇച്ചിരി റിസ്ക്കാണ്. ചില ബ്രീഡായ പെയർസ് തന്നെ ഫൈറ്റ് കൂടാറുണ്ട്. അപ്പോൾ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾ 6 പീസെങ്കിലും എടുത്തിട്ട് അതിനകത്ത് നിന്ന് പെയർ ചെയ്യുമ്പോൾ അതിനടുത്ത് ബ്രീഡ് ചെയ്യിക്കണായിക്കോട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് മാറ്റിയത്. ഇപ്പോൾ ഇത് ഇലക്ട്രിക് ബ്ലൂ വേണ്ട, ജർമ്മൻ അപ്പുറത്തുണ്ട്, ഇലക്ട്രിക് ബ്ലൂവിൻ്റെയാണ്. ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഞാനൊരു 6 പീസാണ് എടുത്തത്. 6 പീസിൽ നിന്ന് നമ്മൾ ഒരു 3 ടാങ്കിലാക്കിയിട്ട് ഇവരെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് അവരുടെ ടാങ്ക് സെറ്റപ്പ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ. ലൈഫ് ഫീഡാണ് ബ്രീഡിങ് സമയത്ത് നല്ലത്. കൂത്താടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഗ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മൊയിന, പിന്നെ ഫോർസൺ ആർട്ടിമയൊക്കെ നല്ലതാണ്. ഫോർസൺ ആർട്ടിമയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഫോർസൺ ആർട്ടിമയൊക്കെ കൊടുക്കുമ്പോൾ ക്ലീനിങ് കാര്യങ്ങൾ മസ്റ്റ് ആയിരിക്കണം. ഇവർ എഗ് ചെയ്യുമ്പോൾ ഫംഗസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ ലൈഫ് ഫീഡ് കൊടുക്കുക. കൂത്താടി ആയിരിക്കും നല്ല രീതിയിൽ എഗ് കൊണ്ട് കിട്ടിയത്. ഞാൻ കൂത്താടി കൊടുത്തപ്പോൾ നല്ല രീതിയിൽ ഇവരുടെ ഈ പെയറാണ് നല്ല രീതിയിൽ എഗ് കൗണ്ട് കിട്ടിയത്. അപ്പോൾ ഇവരുടെ അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെത്താനെ പെയറായി കഴിഞ്ഞാൽ എഗ് ചെയ്യും. എഗ് ചെയ്തൊരു
ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ ഫ്രീ സിമ്മാകാൻ തുടങ്ങും കേട്ടോ. എഗ്ഗായ കുട്ടികൾ ഫ്രീ സിമ്മാകാൻ തുടങ്ങും. ഫ്രീ സിമ്മായി കഴിഞ്ഞാലും നമുക്ക് ഇതിങ്ങളുടെ അടുത്ത് മാറ്റമൊന്നുമില്ല. നല്ല കെയറിങ് ഉള്ള ഫിഷാണ്. അതായത് ബ്രീഡായി കഴിഞ്ഞ് കുറച്ച് നാൾ നല്ലോണം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന ഫിഷാണ്. അതിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ കുഞ്ഞുങ്ങളുണ്ട് ഈ ഓടി നടക്കണം. അവർ ജസ്റ്റ് ഫ്രീ സിമ്മായിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ബോൾ പോലെയൊക്കെ ഇരിക്കണില്ലേ, അത് അവരുടെ കുറച്ച് ബാച്ച് കുട്ടികൾ ഇതേപോലെ റോളാവും, അതായത് ഉരുണ്ട് ഒരു ഇതിൽ വന്നിട്ട് അങ്ങനെ നിൽക്കാറുണ്ട്. അതിനുശേഷം നല്ലോണം ഫ്രീ സിമ്മായി കഴിയുമ്പോൾ ഇവർ പാരൻസിൻ്റെ ഒപ്പം തന്നെ നടക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ കെയറിങ് കൊടുക്കുന്നത് മെയിൽസാണ്. ഫീമെയിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയുള്ളൂ. മെയിൽ ഇതൊന്നും അല്ല കേട്ടോ. നമ്മളെ ഇച്ചിരി പരിചയമുള്ളതുകൊണ്ടാണ് അവൻ ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ചും കൂടി ഇതായി കഴിഞ്ഞാൽ നല്ല അഗ്രസീവാണ്. പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ടായിരിക്കും നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ ഇതാണ് ഇതിങ്ങനെ കെയറിങ്. കുഞ്ഞുങ്ങളെ ഇവർ തന്നെ കെയർ ചെയ്തോളും. പിന്നെ ബ്രീഡായി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫ്രീ സിമ്മായി കഴിയുമ്പോഴത്തേക്കും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആർട്ടിമേത കൊടുത്തു തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ഇതുണ്ടെന്നെങ്കിൽ നമ്മളെ ഇൻഫോസൂരിയൊക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെ ഫീഡ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ എടുക്കാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് എടുക്കും. പിന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ആർട്ടിമ പതിയെ ഫീഡ് ചെയ്ത് കൊടുക്കി കഴിഞ്ഞാൽ ആർട്ടിമ എടുത്ത് തുടങ്ങിക്കോളും. അങ്ങനെ ജസ്റ്റ് നമുക്ക് വലുതാക്കി കൊണ്ടുവരാം. ഇവരെ കാണാൻ ഈ ഒരു ഇതൊന്നും അല്ല കേട്ടോ. ഇവരെ ഇപ്പോൾ ബ്രീഡിങ് ടൈമിലായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവരുടെ അഗ്രസീവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ. പിന്നെ ഈ ടൈം ആകുമ്പോഴത്തേക്കും ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കുമാണ് ഇവരുടെ യഥാർത്ഥ ഭംഗി, അവരുടെ കളേഴ്സൊക്കെ തെളിഞ്ഞു വന്നത്. ആ സമയത്ത് കാണാൻ നല്ല ഇതാണ്. പിന്നെ ഈ പ്ലാന്റഡ് ടാങ്കിലൊക്കെ ഇവരെ എല്ലാവരും ഇപ്പോൾ കൂടുതലായിട്ട് എടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവരുടെ ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന രാത്രിയാണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ക്ലിയറൻസ് കുറവുണ്ട്. മെയിലിനെ ഫീമെയിലെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, അതാണ് ഫീമെയിലിൻ്റെ ആ ഫിന്ന് മുകളിൽ വന്ന ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ മുകളിൽ ഫിന്ന് കുറവായിരിക്കും. മെയിൽസിന് നല്ല രീതിയിലിരിക്കും. ഇതാണ് മെയിൽ. അതിൻ്റെ മെയിൽ ഇച്ചിരി ഷോർട്ടായിരിക്കും, ഫീമെയിൽ ഇച്ചിരി വലുതായിരിക്കും. പിന്നെ അങ്ങനെ എന്നെ തിരിച്ചറിയാൻ പറ്റും. കണ്ട, അങ്ങനെയാണ് നമ്മൾ പേരെ സെലക്ട് ചെയ്യേണ്ടത്. ഫീമെയിൽ ചെറുതും മെയിൽ വലുതായിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ പറയാനുള്ളത് ഇവരുടെ വാട്ടർ ചേഞ്ച് നമ്മൾ ഇവർ ഫ്രീ സിമ്മായി കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത് നന്നായി. മുകളിൽ നിന്നാണ് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്തത്. പിന്നെ അടിയിൽ വന്ന ജസ്റ്റ് വേസ്റ്റ് മാത്രം വലിച്ച് ചെയ്ത് കളയുക. പിന്നെ സാധാരണ നമ്മൾ പോളാറിനൊക്കെ ചെയ്യണ പോലെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഫ്രീ സിമ്മിൻ്റെ വീഡിയോ കണ്ടത് ഓക്കെ. ഇപ്പോൾ ആ മെയിലിനെ കാണാൻ നോക്കിയാൽ നല്ല ഭംഗിയല്ലേ. ഇവരുടെ ആ ബ്രീഡിങ് ടൈമിൽ ഇച്ചിരി ഇതായിട്ട് ഇരുന്നിട്ട് പിന്നെ നല്ല ഭംഗിയായി മാറുന്നതാണ് കാണുന്നത്. എന്താ നല്ല ഫിഷാണ്. ഇതുകൊണ്ട് തന്നെയാണ് പ്ലാന്റഡ് ടാങ്കിലൊക്കെ ഇവരെ കൂടുതൽ ആൾക്കാരൊക്കെ എടുക്കുന്നത്. പ്ലാന്റഡ് ടാങ്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയാണ് ഇവരെ കാണാനായിട്ട്. പിന്നെ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ആ ഹെഡിൽ ഇങ്ങനെ ഗോൾഡൻ കളർ ഹെഡ് ടോപ്പ് എന്നൊക്കെ പറയും, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് എല്ലാത്തിലും തന്നെ വരും കേട്ടോ. ബ്രീഡ് ചെയ്യിക്കുന്നതിൽ തന്നെ എല്ലാത്തിലും മെയിലിനും ഫീമെയിലിനും ഇങ്ങനെ വരാറുണ്ട്. പിന്നെ ഫുള്ള് ബോഡി ബ്ലൂ ആയിട്ടും വരാറുണ്ട്. അത് രണ്ടിലും ഇറങ്ങുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്തത് ഇങ്ങനത്തെ ഒരു പെയറിനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ബ്രീഡിങ്ങിനെ കുറിച്ച് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇവരുടെ കുറച്ച് പേര് നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി ഇടുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.